ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ, രേവതിനെയും, ചന്ദ്രനെയും, രവീന്ദ്രനെയും, സുധീനെയും, ശ്രുതിനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്, അച്ഛാ വേണ്ട അച്ഛ, അച്ഛൻ ഒരിക്കലും നിലത്ത് കിടക്കരുത്. കാരണം അച്ഛൻ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. എന്തിനാ അച്ഛ വെറുതെ നിലത്ത് കിടക്കുന്ന? അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയുമ്പം നമ്മുടെ രവീന്ദ്രൻ പറയാണ്, സച്ചി ദേ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരാ നിന്റെ അച്ഛനല്ലേ? അല്ല, അച്ഛനല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല അച്ഛ, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛൻ അസുഖമുള്ളതല്ലേ? ഡോക്ടർ എത്രമാത്രം അച്ഛനെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞതാ. ആ, എന്ത് കെയറൊക്കെ ഇപ്പൊ എനിക്കുണ്ട്, അത്യാവശ്യം കെയറിങ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ AC മുറിയിൽ തന്നെ കിടന്ന് കെയർ മേടിക്കണം, അല്ല ഇനിയിപ്പൊ പട്ടുമത്തെ തന്നെ കിടന്ന് കെയർ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊക്കെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ എന്റെ മക്കള് 3 പേരും സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ മനസ്സിന് ഏറ്റവും സമാധാനവും അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്റെ സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ ഇവിടെ കിടക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ, ദേ എനിക്ക് നിലത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഈ സച്ചേട്ടനാ വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ അച്ഛ, അച്ഛൻ രാവിലെ മുതൽ വൈകിട്ട് വരെ എങ്ങും പോകാതെ ഈ വീട്ടിലിരിക്കുന്നതല്ലേ? അച്ഛൻ വേറെ എങ്ങും പോകാറില്ലല്ലോ. അച്ഛൻ ഒന്ന് കിടക്കണമെന്ന് തോന്നിയിട്ടുണ്ടേ അപ്പൊ ഈ പായിട്ട് നിലത്ത് കിടക്കാന്നൊക്കെ പറഞ്ഞാല് അച്ഛനൊന്ന് പ്രൈവറ്റ് ആയിട്ട് അച്ഛന്റെ ഒരു പ്രൈവസി അത് നഷ്ടപ്പെടില്ലേ? എന്ത് പ്രൈവസി, ഏത് പ്രൈവസി? എന്തിനാ മോളെ ഈ വയസ്സാങ്കാലത്ത് ഈ അച്ഛന് പ്രൈവസി ഇപ്പൊ എന്തിനാ? ഓ, അങ്ങനെയൊന്നും ഇല്ല മോളെ, അതൊന്നും സാരമില്ല. ഞാനും ചന്ദ്രയും ഇന്നു മുതൽ ഇവിടെ കിടന്നോളാം. ഇനിയിപ്പം ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട. ഞാൻ എടുത്ത തീരുമാനമാണ് സച്ചി, അറിയാലോ. ഞാനൊരു തീരുമാനം എടുത്താൽ അത് നീ അനുസരിക്കണം. അനുസരിക്കുവോ? എന്റെ അച്ഛനൊരു തീരുമാനം എടുത്താൽ ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അതാണല്ലോ ഇപ്പൊ ഞാൻ രേവതിനെ വിവാഹം കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞപ്പോ രേവതി ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് നോക്കുക കേട്ടോ. കാരണം രേവതിക്ക് അത് മാത്രം അങ്ങോട്ട് കൊണ്ടു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഈ ജന്മത്തിലല്ല, ഇനി എനിക്ക് എത്ര ജന്മമുണ്ടോ ആ ജന്മം മുഴുവനും എന്റെ അച്ഛനെ എനിക്ക് അച്ഛനായി മതി. ആ അച്ഛൻ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കില്ലേ? പക്ഷെ ഇത് മാത്രം അച്ഛൻ എന്നോട് പറയരുതേ അച്ഛാന്ന് പറയുമ്പം സച്ചി, ഇനി ആരും ഇവിടെ ഒന്നും സംസാരിക്കണ്ട, ഞാനേ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നേരെ എങ്ങോട്ടേക്ക് പോവാ. പുള്ളിക്കാരൻ നേരെ റൂമിലേക്ക് പോയി. അവിടെ നിന്ന് 2 തലകണയും 2 പായും എടുത്തോണ്ട് വരികയാണ്. 2 തലകണയും പായും എടുത്തോണ്ട് വന്നു. നമ്മുടെ ചന്ദ്രന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ദേ ഇതാണ് നിന്റെ പായും തലകണയും, ഇതാണ് എന്റെ പായും തലകണയും. ഇനി മുതൽ നമ്മൾ ഇവിടെ ആയിരിക്കും കിടക്കണത്. അല്ല, നിന്റെ മക്കള് നിന്റെ കൂടെ ഉണ്ടാകണം എന്നല്ലേ നിനക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ചന്ദ്രമതി? നിന്റെ വർഷയും അതുപോലെ തന്നെ സുധിയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും ഇവിടെ വേണം. അതുപോലെ എനിക്കിവിടെ സച്ചിയും രേവതിയും വേണം. അപ്പൊ നമ്മുടെ ആഗ്രഹം നടക്കണമെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. ചന്ദ്ര, നീ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു. ഇത് കണ്ടിട്ട് സച്ചിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. ശ്രുതി ആണെങ്കിൽ, അയ്യോ എന്താ അങ്കിൾ ഈ കാണിക്കുന്നത്? വേണ്ട, അങ്കിള് വയ്യാത്തതല്ലേ? അങ്കിൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് കട്ടിലേ കിടക്കാൻ തോന്നുമോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, മോളെ ശ്രുതി, അതൊക്കെ ശരിയാ, എനിക്കറിയാം നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇതൊക്കെ ഇപ്പം നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം വഷളാകാനും അതിനപ്പുറം വഷളാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. പറയുന്ന പോലെ വർഷയും ശ്രീകാന്തും വരുമ്പോഴത്തേക്കും അവർക്ക് റൂമില്ലാതെ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും നമ്മൾ ചിന്തിക്കണ്ടേ? സച്ചി എന്താ സച്ചി നീ അത് ചിന്തിക്കാത്തത്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ റൂമിൽ പോയി കിടന്നോ. രേവതിയും വയ്യാണ്ട് രാവിലെ മുതൽ പണിയൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുന്നതല്ലേ, അവക്കും വേണ്ടേ ഒരു സൗകര്യം? എപ്പോഴും അവള് ഇവിടെ വന്ന് കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അത് വേണ്ട, അത് ശരിയായ നടപടി കേസൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേക്ക്. സച്ചി നീ പൊക്കോളാൻ പറയുകയാണ്. സച്ചിക്കാണ് ഭയങ്കര സങ്കടം. സച്ചിയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സച്ചി റൂമിൽ ചെന്നിട്ട് എന്താണെന്നറിയില്ല. സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണണമല്ലോ. കാരണം രവീന്ദ്രനെ എപ്പോഴും നിലത്ത് കിടത്താൻ എന്ന് പറയുന്നത് അതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ നമ്മുടെ ചന്ദ്രയും അതുപോലെ രവീന്ദ്രനും സംസാരിക്കുന്ന സീൻ കാണിക്കാം. അപ്പൊ ചന്ദ്രയോട് രവീന്ദ്രൻ പറയാ, അല്ല ചന്ദ്രൻ, നിനക്കെന്താ ഇതത്ര സങ്കടം? നീ എപ്പോഴും പറയാറില്ലേ നിന്റെ 3 മക്കളും 3 മരുമക്കളും നിന്റെ അടുത്ത് വേണമെന്ന്? നോക്കിക്കേ, അവിടെ നിന്റെ ഒരു മരുമോള്, ഇവിടെ നിന്റെ വേറൊരു മരുമോള്, അവിടെ നിന്റെ വേറൊരു മരുമോള്. നീ ഇവരെ എല്ലാരെയും കാണുന്ന രീതിയിൽ നടുക്ക്. പിന്നെ ഇതിൽ കൂടുതൽ എന്താ ചന്ദ്ര നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഒരു ചിരി ചിരിച്ചപ്പോഴത്തേക്കും, ദേ രവിയേട്ടാ, എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല കേട്ടോ. അതെന്താണ് ചന്ദ്രൻ നിനക്ക് ചിരി വരാത്തത്? നിനക്ക് ചിരി വരേണ്ടതായിരുന്നല്ലോ. എന്തു പറ്റി? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ നിനക്ക്? ദേ രവിയേട്ടാ, ചുമ്മാ കളിയാക്കാതെ
ഒന്നാത് വയ്യ, അതിന്റെ കൂടി ഈ നിലത്ത് കിടന്ന നടുവിന് വേദന. എന്ത് നടുവിന് വേദന? നിലത്ത് കിടന്ന നടുവിന് വേദന ഉണ്ടാവുന്ന ആരാ പറഞ്ഞത്? എടി, നീ നടുവേദനയാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും, ദേ ബെഡിൽ കിടക്കരുത്, തടിയിൽ വേണം കിടക്കാനെന്ന്. തടിയിലും തറയിലും ഒക്കെ കിടന്ന ഏകദേശം ഒരുപോലെ തന്നെയാ. നീയേ വേറെ ഒന്നും ചിന്തിക്കണ്ട. ദേ നിന്റെ പണമുള്ള മരുമകളാണല്ലോ ശ്രുതിയും അതുപോലെ തന്നെ വർഷയും ഒക്കെ. അപ്പൊ അവരുടെ സമാധാനവും അവരുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ അവർ ഈ വീട്ടിൽ ഉണ്ടാകണമെന്നും നീ ചിന്തിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നീ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, വായിലെ നാക്ക് അത് കുറച്ച് നീ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതല്ല, ചിലപ്പോ ഇതിനപ്പുറവും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചന്ദ്രനെ കളിയാക്കാം. ചന്ദ്ര കളിയാക്കലും കേട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതിയോട് സച്ചി പറയുന്നത്, അതെ രേവതി, അച്ഛനും അമ്മയും അവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കാൻ, അച്ഛനും അമ്മയെന്ന് പറയുന്നില്ല, അച്ഛൻ അവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ഈ കട്ടിലേക്ക് കിടക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു റൂം കിട്ടി, ഈ റൂമില് പായിട്ട് കിടന്നോർത്ത് കുഴപ്പമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കട്ടിൽ അച്ഛന് ഹോളിൽ കൊണ്ടിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല സച്ചേട്ടാ, അതിനിപ്പോ എന്താ, കൊടുക്കാലോ, കട്ടിലല്ലേ, അതിനിപ്പം എനിക്ക് നിലത്ത് കിടന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്ത് ചെയ്തു, എടാ സുധി ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുധിയാണെ പേടിച്ചത്, എന്നാത്തിനാ കോപ്പ് വിളിക്കുന്നതെന്ന് ഓർച്ച് പേടിച്ചാ സച്ചിയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. എന്താന്ന് ചോദിച്ചപ്പോ, നീ വന്ന് പിടിച്ചേ, ഇത് പിടിച്ചേന്ന് പറഞ്ഞു. നീ എന്താ ഈ കാണിക്കുന്നത്, ഇത് പിടിക്കാനേ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ബെഡും കട്ടിലൊക്കെ പിടിച്ച് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ഹോളിലേക്ക് കൊണ്ടില്ല. അപ്പൊ രവീന്ദ്രന് ചന്ദ്രൻ അവിടെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താണ് സച്ചി നീ കാണിക്കുന്നത്, നീ എന്തിനാ ഈ കട്ടിലും ബെഡും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്? അത് പിന്നെ അച്ഛാ, ഒരു റൂം അതിപ്പോ ചിലപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിരിക്കാം, പക്ഷെ ഈ കട്ടിലും ഈ ബെഡും ഞങ്ങൾക്ക് വലിയ അത്യാവശ്യമൊന്നും അല്ല. കാരണം ഞങ്ങൾ നിലത്ത് കിടന്ന് ശീലിച്ചവർ തന്നെയാ. പ്രത്യേകിച്ച് രേവതിക്ക് നിലത്ത് കിടന്നാലും ഉറക്കം വരും, കട്ടിലേ കിടന്നാലും ഉറക്കം വരും, ബെഡിൽ കിടന്നാലും ഉറക്കം വരും. അപ്പൊ പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? ദേ ഈ കട്ടിലും ബെഡും ഇവിടെ കിടന്നോട്ടെ, അച്ഛൻ ഈ ബെഡിൽ കിടന്നാൽ മതി. അച്ഛൻ ബെഡിൽ കിടക്കാതെ നിലത്ത് പായി വിരിച്ച് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരുന്നു തോന്നുന്നുണ്ടോ അച്ഛന്? വേറെ ആർക്ക് ഉറക്കം വന്നാലും ഈ സച്ചിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചി കട്ടിലൊക്കെ പിടിച്ചോണ്ട് കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇതിനൊക്കെ ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വർഷയും ശ്രീകാന്തും തിരിച്ചെത്തി. തിരിച്ചെത്തി കഴിഞ്ഞപ്പോ ഇവിടെ ആകെ ചർച്ചാ വിഷയവും പ്രശ്നമൊക്കെ ആണല്ലോ. അപ്പൊ ശ്രീകാന്ത് വന്നിട്ട്, ഇതിന്റെ കട്ടിൽ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇതെന്താ അച്ഛാന്ന് ചോദിച്ചപ്പം, അത് പിന്നെ കട്ടിൽ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാലേ, അത് പിന്നെ ഇന്നു മുതല് നിങ്ങള് ഞങ്ങളുടെ റൂമിൽ കിടന്നാ മതി. ആഹാ, അതെന്താ അച്ഛാ അങ്ങനെ? വേണ്ട, അതിന്റെ കാര്യമില്ല. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കാം, ഞങ്ങൾ ഒരു റൂം എടുത്ത് അങ്ങ് മാറിയേക്കാം. അപ്പൊ ചന്ദ്രൻ വന്നിട്ട്, അയ്യോ മോനെ നീ എന്താണ് ഈ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത്, നിങ്ങളുള്ളത് ഞങ്ങൾക്ക് ബാധ്യതയോ? ശ്രുതിമോൾ അതൊക്കെ കേട്ടോ, ശ്രുതിമോളല്ല സോറി വർഷമോൾക്ക് വിഷമാവില്ലേ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. അതെ, ഞങ്ങൾ ഇവിടെ കിടന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആര്? ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ പോകുന്ന പുറകെ വാതിലൊക്കെ പൂട്ടിക്കൊണ്ട് പോവുകയും ഞാനിവിടെ ആരാ, നിങ്ങളുടെ ആരുമല്ലല്ലോ, ആ ഒരു രീതിയിലാണല്ലോ എന്നോട് ചിലര് പെരുമാറുന്നത്. അപ്പൊ സച്ചു പറഞ്ഞു, അതേടാ നിന്നോട് അങ്ങനെ തന്നെയാടാ ഞാൻ പെരുമാറത്തുള്ളൂ. അയ്യോ, വലിയ പുണ്യവാൻ വന്നിരിക്കുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുന്ന് നീ പോയാലും ഇവിടെ ഉള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. നീ ഇപ്പം മാന്യത കളിച്ച് ഇവിടെ നിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പിന്നെ വാതില് പൂട്ടിയത് അത് എന്റെ രേവതിയുടെ റൂം നീ എടുത്തിട്ടല്ലേ, ഒരു ദിവസം നിനക്ക് തന്നല്ലോ, ഇനി ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് തിരിച്ചു വേണം, അതുകൊണ്ട് തന്നെ എടുത്തത്. പിന്നെ എന്റെ അച്ഛന് ഇങ്ങനെ വന്ന് കിടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, എങ്കിലും ഒരിക്കലും ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു. അത് തെറ്റായി പോയെന്ന് ഇപ്പൊ എനിക്ക് തോന്നുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല, ഇതിനെല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാ. ഇത് കേട്ടത് സച്ചി, എന്താടി നീ പറയുന്നത്, എല്ലാത്തിനും കാരണം അച്ഛനാന്നോ? നിനക്ക് എങ്ങനെയാടി എന്റെ അച്ഛനെ കുറ്റപ്പെടുത്താൻ നാവ് പൊങ്ങിയത്? അല്ല, പറയുന്നത് കേട്ടില്ലേ, ഇതിനെല്ലാം കാരണം അച്ഛനാന്ന്. അപ്പൊ നമ്മുടെ വർഷ വീണ്ടും പറഞ്ഞു, അതെ, അച്ഛൻ ഒറ്റ ഒരുത്തൻ തന്നെ ഇതിനെല്ലാം കാരണം. അപ്പൊ നമ്മുടെ വർഷയും ശ്രീകാന്തും എല്ലാം ശ്രുതിയും നിന്ന് സംസാരിക്കാണ് കേട്ടോ. ശ്രുതി പറയാ, ഇതെന്താടി ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിപ്പം വലിയ വഴക്കാവുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, ഇവളിപ്പോ എന്റെ അപ്പനെയും കുറ്റം പറയുന്ന പോലെ ആണല്ലോ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം, എനിക്കറിയില്ല ശ്രുതി, എന്താ ഈ പെങ്കൊച്ച് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതെന്ന്. അപ്പം ചന്ദ്ര പറഞ്ഞു, മോളെ നീ എന്താ ഈ പറയുന്നത്? അപ്പൊ രേവതിയും ചോദിച്ചു, അല്ല വർഷ നീ എന്താ ഈ പറയുന്നത്, അച്ഛൻ തെറ്റുകാരനാണെന്നോ? അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത്? അച്ഛൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ ഇതുവരെ തെറ്റ് ചെയ്തിട്ടുമില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അല്ല നീ എന്താ ഇങ്ങനെ വർഷ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി. അപ്പം നമ്മുടെ രേവതിയോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ പറയുന്ന കേക്ക്, അച്ഛൻ ഇപ്പോഴും ഞാൻ പറയും, അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇപ്പൊ ഇവിടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, 3 ആൺമക്കളുള്ളപ്പം
3 റൂം വെക്കണമായിരുന്നു. ഈ വീട് പണിയാൻ നേരത്ത് 3 ആമക്കൾക്ക് 3 റൂം വേണമായിരുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു റൂം അച്ഛനും അമ്മയ്ക്കും വേണമായിരുന്നു. അതാദ്യം നിങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നല്ലോ, ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ സച്ചി, ഓഹോ പിന്നെ ഇവിടെ കയറി വന്ന അഗതികൾക്കെല്ലാം താമസിക്കാൻ വേണ്ടിയേ റൂം പണിയല്ലേ, ഒരു കാര്യം ചെയ്യ, നിന്റെ അച്ഛനോടും അമ്മയോടും ചെന്ന് പറ ഇവിടെ വന്ന് കയറി വരുന്നവർക്കെല്ലാം റൂം പണിയാന്. വേറെ ഒരു പണിയും ഇല്ല എന്നും പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ മിണ്ടായിരിക്കടാ, അല്ലെങ്കിൽ മോള് പറഞ്ഞത് ശരിയാ, മോള് പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഞാൻ ചെയ്തതാ തെറ്റ്. ഞാൻ അന്ന് വിചാരിച്ചിരുന്നില്ല 3 മക്കളും വളർന്ന് ഇതുപോലെ ആകുമ്പോൾ 3 വഴിക്കാകുമെന്ന്. പക്ഷെ എന്റെ ചിന്തകളൊക്കെ തെറ്റിപ്പോയി. അപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ മോള് പറഞ്ഞത് ശരിയാ എന്നിങ്ങനെ പറയാ. എന്നിട്ട് എല്ലാവരും മാറിക്കേ, ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, എല്ലാവരും അവരവരുടെ റൂമിൽ പൊക്കോണം. ശ്രീകാന്ത് വർഷയും ആ റൂമിൽ പൊക്കോണം എന്ന് പറഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, വേണ്ട അച്ഛാ, എനിക്ക് വേണ്ട, എനിക്ക് റൂം വേണ്ട. അപ്പൊ വർഷ പറഞ്ഞു, ആര് പറഞ്ഞു ശ്രീകാന്തിന് റൂം വേണ്ടെന്ന്? അവിടെ അച്ഛനും അമ്മയും കിടക്കുന്നില്ലെങ്കിൽ ബാ നമുക്ക് അവിടെ പോയി കിടക്കാം, ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നെന്ന് പറഞ്ഞ് പെട്ടി എടുത്തോണം കേട്ടോ എന്നും പറഞ്ഞ് വർഷ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ശ്രീകാന്തെ ചെല്ല, വർഷം വിളിച്ചത് കേട്ടില്ലേ, പെട്ടി എടുത്തോണ്ട് ചെല്ല എന്ന് പറയുക. പാവം നമ്മുടെ ശ്രീകാന്ത് പെട്ടി എടുത്തോണ്ട് പുറകെ പോയി. അതുപോലെ ശ്രുതിയും കൂടെ അവരുടെ റൂമിലും പോയി. സച്ചിയും അവരും അങ്ങോട്ടും പോയിട്ടോ. ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും ബാക്കിയൊക്കെ വിശേഷം നമുക്ക് നാളെ രാവിലെ കേൾക്കാട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കും നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഫുൾ വിശേഷം ഇടുമ്പോൾ കേൾക്കാം. നാളെ രാവിലെ കറക്റ്റ് 6:53 ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷം ഇടും. നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രേമോ വിശേഷം 9:30 ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.